സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ആയിരക്കണക്കിന് ഹദീസുകളെ ഇന്ന് മർക്കസ് ദഅവ തള്ളിയിട്ടുണ്ട്. ഒരു സംശയമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000, 500, 3000 ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ് ദഅവ എടുക്കാൻ പറ്റില്ലെന്ന്. സ്വഹീഹായത് മാത്രം, ദഈഫൊന്നുമല്ല. ദഈഫൊന്നും എടുക്കണ്ട, ദഈഫും മൗളൂ ഒന്നും എടുക്കണ്ട. സ്വഹീഹായ നിദാന ശാസ്ത്രപ്രകാരം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വഹീഹാണ് എന്ന് വിധി എഴുതിയ 2500, 3000 ഹദീസ് തള്ളിയിട്ടല്ലാതെ ഒരാൾക്ക് ഇന്ന് മർക്കസ് ദഅവ നിൽക്കാൻ കഴിയില്ല. ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ആ എണ്ണം കൂടി വരും. കണ്ടോ, ഇത്ര വ്യക്തമായി പറഞ്ഞു. 2500, 3000 ഹദീസുകൾ തള്ളിക്കൊണ്ടല്ലാതെ മർക്കസ് ദഅവ നിൽക്കാൻ കഴിയില്ല. ഇത്രയുമായപ്പോൾ അവർക്ക് പ്രതികരിക്കേണ്ടി വന്നു. അപ്പോൾ അവർ പ്രതികരിച്ചു, അത് തെളിയിക്കണമെന്ന് പറഞ്ഞു പ്രതികരിച്ചു. കരിമ്പിലാക്കിയത് പറയട്ടെ. ഞങ്ങൾ നിഷേധിച്ചു, തള്ളിക്കളയുമെന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പച്ചക്കള്ളമുണ്ടല്ലോ, അത് കള്ളമല്ല, സത്യമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ, ഞങ്ങൾക്ക് ബോധ്യമാവാൻ ആ 3000 ഹദീസുകൾ ഏതാണ് എന്ന് ഈ പരപ്പനങ്ങാടിയിൽ വന്ന് ഉറക്കെ വിളിച്ചു പറയണം. അത് ചെയ്യാത്ത കാലത്തോളം നിങ്ങളെ ഞങ്ങൾക്ക് കാട്ടുകള്ളന്മാരെന്ന് വിളിക്കേണ്ടി വരും. കാട്ടുകള്ളന്മാർ. അപ്പൊ അന്ന് അവർ വെല്ലുവിളിച്ചു, അത് തെളിയിക്കണം, ഇല്ലെങ്കിൽ നമുക്കൊരു പേരിട്ടു പോലെ വക ആയിക്കോട്ടെ. അങ്ങനെ എണ്ണി പറഞ്ഞെടുത്തു. 3000 ഹദീസ് എന്ന് പറഞ്ഞത് 3000 അതിനും അപ്പുറത്തേക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 3151 ഹദീസുകളെ എണ്ണി പറഞ്ഞു. ആ ഭാഗം കേൾക്കാൻ മറക്കാതിരിക്കാൻ. 3000 ഹദീസ് എവിടെ തള്ളിയതല്ലേ? ഇസ്ലാമിനെ ഉറവാക്കലാഭാണ് ഒറ്റ വാക്കിലൂടെ നിങ്ങൾ തള്ളിയത്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത 2518 ഹദീസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു 0 വിട്ടുപോയി. ഇത് ഒരു സനദെടുത്തപ്പോഴാണ്, ഒറ്റ സനദെടുക്കുമ്പോഴാണ് ഇത്. ഇങ്ങനത്തെ എത്ര സനദ തള്ളിയത്? മാത്രവുമല്ല, ആ 2518 തന്നെ 358 ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലാണ്. ഈ ഹിഷാമെന്ന് 358 ഹദീസാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. ഒരു സിഹ്ർ മാത്രമൊന്നുമല്ല, 358 ഹദീസ് ഇമാം ബുഖാരി ധരിച്ചു. 444 ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. 444 ഹദീസ് ഇമാം മുസ്ലിം, 358 ഹദീസ് ഇമാം ബുഖാരിയും. ഈ ഒറ്റ റാവിയിൽ നിന്ന് മാത്രം. അഥവാ 2 സ്വഹീഹികളിൽ ഒന്നിച്ചു കൂട്ടിയാൽ 802 ഹദീസ്. 802 ഹദീസ് ഏതൊരു? ബുഖാരിയിലും മുസ്ലിമിലും മാത്രം. ഒരു സനദിൽ നിന്ന് മാത്രം. ഈ ഒറ്റ സനദിലൂടെ ബുഖാരിയിൽ മുസ്ലിമിലും വന്ന 802 ഹദീസുകൾ, ബുഖാരിയിൽ 358 മുസ്ലിമിൽ 444 802 ഹദീസുകൾ സ്വഹീഹ് ബുഖാരിയിൽ നിന്നും സ്വഹീഹ് മുസ്ലിമിൽ നിന്നും ഈ ഒരു പരമ്പരയിൽ വന്നത് മാത്രം മർക്കസ് ദഅവ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ പറയട്ടെ അവർ മതി. അപ്പൊ ഇത് വ്യക്തമായി എണ്ണി കാണിച്ചത് പറഞ്ഞു. 3151 ഹദീസ് അവർ നിഷേധിച്ചത് ഇങ്ങനെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ആ അടുത്ത ഗണത്തിൽ പറഞ്ഞു, ഈ 3151 ഹദീസും ഇവിടെ വന്നിട്ട് വായിക്കണം എന്ന്. ഇത് മുഴുവൻ ഇവിടെ വന്ന് വായിക്കണം. നമ്മൾ പറഞ്ഞു, അതിപ്പോൾ എന്തായാലും മൂപ്പർക്കും അറിയാം അത് ന്യായമല്ല. ഒരു ഹദീസ്, ഞാൻ പറഞ്ഞു, ഒരു ഹദീസിന് 2 മിനിറ്റ് കൂട്ടിയാൽ 3150 ഹദീസിന് 6300 മിനിറ്റായി. അപ്പം അതേതായാലും ഒരു ഗണനത്തിൽ കഴിയില്ലാന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് ആ വെല്ലുവിളി എന്ന് പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം പറ്റില്ല, ഞങ്ങൾ വായിക്കണം, രാവിലെ മുതൽ തുടങ്ങിക്കോടി 4 മണി ഞങ്ങൾ വായിക്കണം എന്നാ. അർത്ഥം വെക്കണം എന്നില്ല, കാരണം അർത്ഥം ഒഴുക്കി വെക്കാലോ. ഒരു അർത്ഥം വെച്ച കോല നമ്മൾ അവിടെ കണ്ടപ്പോൾ വായിക്കണേ അർത്ഥം ഞങ്ങളെ വെക്കും. നിങ്ങൾ അർത്ഥം വെക്കില്ല. അല്ല കരിമ്പിലേക്ക് ഇപ്രാവശ്യം പറഞ്ഞു, അതും കേൾക്കാം നമുക്ക്. 3151 ഹദീസ് വായിച്ച അർത്ഥം പറയാൻ നമ്മളില്ലല്ലോ. അർത്ഥങ്ങൾ പറയണ്ട, നിങ്ങൾ അർത്ഥം പറയണ്ട, നിങ്ങൾ ഹദീസ് വായിച്ചാൽ മതി, അത്ര മതി. മൂപ്പര് വീണ്ടും കൊണ്ട് പറയാം, അർത്ഥം വായിക്കാം, അർത്ഥം പറയാൻ. അങ്ങനെ ഒരു ഹദീസ് വായിച്ച് അർത്ഥം പറയാൻ 2 മിനിറ്റ് ചുരുങ്ങിയത് കൂട്ടിയാൽ 6302 ആ 302 മിനിറ്റ് വേണം. ആവൂ, അതിപ്പോൾ ഇങ്ങനെ ഒരു കണ്ണന പ്രസംഗത്തിൽ നടക്കുവാന്ന് എന്താർക്കായി? അതിനായിട്ടൊരു പരിപാടി വെച്ചാൽ ഞാനല്ല പറഞ്ഞേ, നിങ്ങളെ ഇതേയല്ലേ. അപ്പം എന്താ നടക്കായി നോക്ക്, എന്താ നടക്കാത്ത? നിങ്ങൾ അതിന് പരിപാടി വെക്കി, രാവിലെ മുതൽ തുടങ്ങിക്കോളി. എന്താ അമ്മൂപ്പ ഞാൻ എന്നറിയോ? നിങ്ങൾ കോഴിക്കോട് ജൂബിലി ഹാളിൽ ഒരു 8 മണിക്കൂർ നിങ്ങൾ നടത്തിയില്ല. അപ്പോൾ പോയി കേട്ടക്കണല്ല, എന്തില്ല മതി, അതൊരു കേട്ടക്കണേ. നമ്മൾ ആരെ ഉദ്ദേശമാണോ വെച്ചത് അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, മനസ്സിലായി. അത് പലർക്കും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അതോടുകൂടി പിന്നെ ജിന്ന് കയറിയതും ഇറങ്ങിയതും ആകെ ഇപ്പം കുടുങ്ങിക്കണമൊക്കെ ഇപ്പം പല ഉസ്താദന്മാരെയും കൂട്ടിപ്പിടിച്ചിട്ട് ഇറക്കാൻ പറ്റുമെന്നാണ് ഇപ്പം നോക്കുന്നത്. അങ്ങനെയൊന്നും ഇറങ്ങൂല.
അത് കയറി ആ സൈസ് ജിന്നാണ്, അത് ഇങ്ങളെയും കൊണ്ടേ പോകുള്ളൂ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം.